യുടെ വാർത്താസമ്മേളനത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത്. അജി, ഇന്ന് 10:30 കൂടി ആരംഭിച്ച യോഗം 3.5 മണിക്കൂർ നീണ്ടു. വകുപ്പ് മേധാവികളൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, DME, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും ഈ യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യം അതായത് ഇപ്പോൾ നിലവിൽ ഈ അപകടം നടന്ന കാഷ്വാലിറ്റി ഉൾപ്പെടുന്ന ഈ ഒരു ബ്ലോക്ക് പ്രവർത്തന സജ്ജമാക്കേണ്ടതുണ്ട്. ഈ ഒരു രോഗികളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യമായി ഇതിൽ മുൻഗണന നൽകുന്നത്. ഇന്ന് തന്നെ ഈ ബ്ലോക്കിലെ അത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ ഒഴികെയുള്ള ബാക്കി ഫ്ലോറുകളിലൊക്കെ തന്നെ ഇന്ന് തന്നെ പ്രവർത്തന സജ്ജമാക്കും. വാർഡുകളൊക്കെ തന്നെ ഈ ഒരു വിഭാഗത്തിൽ വാർഡുകളും പ്രവർത്തന സജ്ജമാക്കും. ബാക്കിയുള്ളത് ഇനി കാഷ്വാലിറ്റിയും അതുപോലെ MRI ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളാണ്. ഈ 2 വിഭാഗങ്ങളും വൈകുമെന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. MRI റൂമിൻ്റെ UPS സംവിധാനത്തിൽ UPSൽ വെച്ച ബാറ്ററിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ MRI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരാഴ്ചയെങ്കിലും എടുക്കും അത് പൂർണ്ണ പഴയ രീതിയിലേക്ക് ആക്കാൻ എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ടാണ്. അത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം പരിശോധിക്കുന്നതിനും അതുപോലെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നതിനും വേണ്ടി 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നേതൃത്വം നൽകുന്ന 5-അംഗ ടീമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുക. രോഗികളുടെയും രോഗികളുടെ ബന്ധുക്കളുടെയും എല്ലാം തന്നെ ബന്ധുക്കളുടെയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം, പൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണം ഒരാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ UPS റൂമിലെ ബാറ്ററിയും UPS സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ UPS 2026 വരെ വാറണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിലിപ്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ഈ UPS എല്ലാം തന്നെ ഫിലിപ്സ് കമ്പനി നേരിട്ട് ഇടപെട്ടുകൊണ്ടായിരിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പരിപാലനങ്ങളൊക്കെ തന്നെ ഫിലിപ്സ് കമ്പനി നടത്തുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പഴയ കാഷ്വാലിറ്റി, ഇപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിലാണ് ഇപ്പോൾ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീച്ച് ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള രോഗികളെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടന്ന ബ്ലോക്കിൽ സർജറി തിയേറ്റർ ഉണ്ടായിരുന്നു. അതും ചൊവ്വാഴ്ചയോടുകൂടി പ്രവർത്തന സജ്ജമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി ഫൈസൽ.